ഹായ്, പ്രവാസി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ അബഹയിലെ പ്രധാനപ്പെട്ട ടൗണിനുള്ളിൽ പാർക്ക് ആണ് കേട്ടോ. നമ്മൾ ഇവിടെ മൂന്നാറിലൊക്കെ പോയാൽ കാണുന്ന നീലക്കുറിഞ്ഞി മോഡല്. നീലക്കുറിഞ്ഞി ആ സൈസിലുള്ള വേറെ ഒരു മരമാണെന്നാണ് തോന്നുന്നത്. കുറച്ച് കാലമായിട്ട് ഇതിൻ്റെ പൂവും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ ഒരു മാസമായിട്ട് കുറേശ്ശെ ഇപ്പോൾ ഇതിങ്ങനെ തിളിർത്ത് ഇലകളൊക്കെ തിളിർത്ത് ഇങ്ങനെ പൂവൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പാർക്കാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ ഇവിടെ ഒരു 10:30 ആയിട്ടുള്ളൂ. വൈകുന്നേരം ഒന്നും ഇവിടെ നിൽക്കാൻ തന്നെ സ്ഥലം ഉണ്ടാവില്ല, അത്രയും തിരക്കാട്ടോ. ഇപ്പോൾ കാലത്തായത് കൊണ്ടാണ് ഇവിടെ അങ്ങനെ അധികം തിരക്കൊന്നുമില്ല. ഇതിൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണുന്നുണ്ട് ഒരു മഞ്ഞ ബിൽഡിങ്ങും ഏരിയയൊക്കെ. അങ്ങോട്ടും ഇതുപോലെ പാർക്ക് തന്നെയാണ്. അവിടെ സൂക്കുണ്ട്. സൂക്ക് തല്ലാത്ത നമ്മളെ നാട്ടിലെ ചന്ത എന്നൊക്കെ പറയണ അതിൻ്റെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഓരോ ചന്തകളൊക്കെ ഉണ്ടാവുമല്ലോ, പെരുമ്പിലാവ് ചന്ത അങ്ങനെ എന്നൊക്കെ പറയില്ല. അതുപോലത്തെ ഒരു പരിപാടി ഉണ്ട് ഇവിടെ ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച ഇതിൻ്റെ ഉള്ളിലൊരു സൂക്കുണ്ട്. അവിടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട കച്ചവടം നടക്കുന്നൊരു ദിവസമാണ്. അവിടെ പുറത്തുനിന്നൊക്കെ ഒരുപാട് ആളുകളും കച്ചവടക്കാരൊക്കെ വന്നിട്ട് ഭയങ്കര തിരക്കാവും അവിടെ കേട്ടോ. അത് ആഴ്ചയിൽ ഒരു ദിവസം ഉണ്ടാവുള്ളൂ, ചൊവ്വാഴ്ച. അപ്പോൾ നീലക്കുറിഞ്ഞി ഇങ്ങനെ പൂത്ത് വരുന്നുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഒരു കുറച്ച് മാസങ്ങൾ 2-3 മാസമൊക്കെ ഇതിൻ്റെ അടുത്തൊരു ആഗസ്റ്റ് വരെയൊക്കെ ഇത് മൊത്തം പൂവുകളും കാഴ്ചകളൊക്കെ അവിടെ. ഇനിയിപ്പോൾ ഒരു മാസം കൂടി കഴിഞ്ഞാൽ അടുത്ത പെരുന്നാളിനോടുകൂടി വെക്കേഷൻ ടൈമാവും. ഇവിടെ സ്കൂളുകളൊക്കെ 2-2.5 മാസത്തോളം പൂട്ടും. വർഷത്തിലുള്ള വെക്കേഷൻ ഒക്കെ ഇവിടെ ഭയങ്കര രസമാണ് കേട്ടോ. ഇവിടെ അടുക്കാൻ പറ്റില്ല, അത്രയും തിരക്കാണ്. പുറത്തുനിന്നൊക്കെ ഒരുപാട് ആളുകൾ വരുന്നൊരു സീസണാണ്. ഇപ്പോൾ ഒരു 4 ദിവസം പെരുന്നാളിൻ്റെ അവധി ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പോൾ ആളുകളൊക്കെ പുറത്തുനിന്ന് വന്നവരൊക്കെ പോയി തുടങ്ങിയപ്പോൾ ഇന്നത്തോടെ വെക്കേഷൻ ടൈം കഴിയുകയാണ്. അപ്പോൾ ആളുകളൊക്കെ ഒരുവിധം ആളുകളൊക്കെ പോയിട്ടുണ്ടാവും. ഇതിൻ്റെ ഈ പാർക്കിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ കോഫി ഷോപ്പുകളും അതൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഈ കാണുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഏകദേശം 1 കിലോമീറ്ററിൻ്റെ അപ്പുറം ഉണ്ട് കേട്ടോ. 1-2 കിലോമീറ്ററോളം വരും അങ്ങോട്ട്. അത്രയും ഏരിയ നടക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് കുറേ അങ്ങോട്ട് പോകാനുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇങ്ങനെ എടുക്കുന്നത്. ഓക്കെ, നീലക്കുറിഞ്ഞി നല്ല സ്റ്റൈലായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നീലക്കുറിഞ്ഞി എന്ന് ഞാൻ പറയണം കേട്ടോ. ഇതെന്താണെന്ന് എനിക്കും മനസ്സിലായില്ല, പക്ഷേ നല്ല ഭംഗിയാണ് കാണാം. ഇതിൽ വെള്ളം രാത്രി ഭയങ്കര രസമാണ്. ഇതിപ്പോൾ വെള്ളം എടുത്തിക്കണം. വെള്ളമൊക്കെ ഇവിടെ ചെറിയ ചെറിയ പണികൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വെള്ളം ഫുള്ള് വെള്ളമായ പിന്നെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് പരിപാടിയൊക്കെ രാത്രി ഇത് വർക്ക് ചെയ്യും. ഭയങ്കര രസമാണ് കാണാനൊക്കെ, ഭയങ്കര ഭംഗിയാണ്. നീലക്കുറിഞ്ഞി വെള്ളം. ഓക്കെ, താങ്ക് യു.